എന്റെ അച്ഛന്റെയും കണ്ണേട്ടന്റെയും ഉപദേശം കേട്ടല്ല ഉണ്ണിയേട്ടൻ വളർന്നത്. എന്നും അമ്മയും അമ്മാവനും പറയുന്നത് മാത്രമേ അയാൾ കേട്ടിട്ടുള്ളൂ. അങ്ങനെയുള്ള ഉണ്ണിയേട്ടന് അയാൾ ആഗ്രഹിക്കുന്നതൊക്കെ കിട്ടാതെ മനസമാധാനം ഉണ്ടാവില്ല. അമ്മയും ആ രീതിയിലൊക്കെ തന്നെയാ ചിന്തിക്കുന്നത്. ഇപ്പൊ മറ്റു മാർഗമൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരുടെയും മുന്നിൽ സിമ്പതി പിടിച്ചു പറ്റാനായിട്ട് അഭിനയിക്കുക. ജയിലിൽ കിടക്കുന്നവര് പുറത്തിറങ്ങിയ വീണ്ടും പഴയതൊക്കെ ആവർത്തിക്കും. അച്ഛൻ ജീവിച്ചിരുന്നപ്പോ അച്ഛൻ അമ്മ നല്ലൊരു ഭാര്യയായിരുന്നു. ഞങ്ങള് മക്കൾക്ക് നല്ലൊരു അമ്മയായിരുന്നു, കണ്ണേട്ടന് പോലും. പക്ഷെ അച്ഛന്റെ മരണത്തോടെ അമ്മ കണ്ണേട്ടിനെ ഒഴിവാക്കിയിട്ട് പിന്നീട് സ്നേഹിച്ചത് ഞങ്ങൾ രണ്ട് മക്കളെയാ. അതുപോലെ തന്നെ കണ്ണേട്ടിന്റെ സ്വത്തുക്കളെയും മാത്രമാ. ഇനി മരണം വരെ അമ്മയുടെ സ്വഭാവത്തിന് ഒരു മാറ്റവും ഉണ്ടാവില്ല. അല്ല മോളെ, ഇടയ്ക്ക് വെച്ച് എന്നെ തള്ളിക്കളഞ്ഞതുകൊണ്ട് ഈ നിൽക്കുന്ന സാഗരേട്ടനെ ഒരു മരുമകനായി കാണാനേ അമ്മയ്ക്ക് പറ്റില്ല. ഒരുത്തനിപ്പോ മുകളിലേക്ക് നോക്കി കിടപ്പുണ്ടല്ലോ, അവൻ ആ കിടപ്പിന്ന് എഴുന്നേറ്റാ സാഗരേട്ടനെ വിട്ടുകളഞ്ഞിട്ട് അവനുമായി ഞാൻ ഒന്നിക്കണമെന്നായിരിക്കും അമ്മയുടെ ആഗ്രഹം. മോളെ, ഞാൻ കണ്ണനും ലക്ഷ്മിക്കും മോൾക്കും വേണ്ടി മാത്രമല്ല, സാഗറിന് വേണ്ടിയും അർച്ചനയും വഴിപാടും നടത്തിയെന്ന് പറഞ്ഞത് സത്യ. സംശയം ഉണ്ടെങ്കിൽ മോൾ അകത്ത് പോയി തിരുമേനിയോട് ചോദിച്ചു നോക്ക്. അമ്മ ഞങ്ങൾക്ക് വേണ്ടി അർച്ചനയും വഴിപാടൊന്നും കഴിപ്പിക്കണ്ട. ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞിനെയും ജീവിക്കാൻ അനുവദിച്ചാൽ മാത്രം മതി. ഞങ്ങളെ കൊല്ലാതിരുന്നാ മതി. അയ്യോ ഇല്ല, ദേവിയെ കണ്ട് ഞങ്ങളും പറയാം അമ്മയുടെ മനസ്സ് മാറണേന്ന്. എന്തായാലും ഞാൻ പറഞ്ഞത് മനസ്സിൽ വെച്ചോ. അമ്മയെ വിശ്വാസമില്ലാത്ത മകളാ ഞാൻ. സാഗരേട്ടനും അങ്ങനെ തന്നെ. അതുകൊണ്ട് ഞങ്ങൾക്കരികിലേക്ക് അമ്മ സ്നേഹം നടിച്ച് വരരുത്. ഉണ്ണിയേട്ടനെയും കരുണയും എന്റെ അമ്മാവനെയും പോലെ തന്നെ അമ്മയെ ഞങ്ങൾക്ക് ഭയവാ. വാ സാഗരേട്ടാ. മറ്റൊരു കാര്യം കൂടി, ഏട്ടത്തിയുടെ ഉള്ളിൽ വിഷം ചെന്നിട്ടും ഏട്ടത്തിക്കും കുഞ്ഞിനും ഒന്നും സംഭവിച്ചില്ല. ചിലപ്പോ നൂലുകെട്ടിന് ശേഷം ഏട്ടത്തി കുഞ്ഞുമായിട്ട് നമ്മുടെ തറവാട്ടിലേക്ക് മടങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കണം. അത് കണ്ണേട്ടന്റെയും ലക്ഷ്മി എടുത്തയുടെയും വീടാ. അവിടെ അവര് പറയുന്നത് കേട്ട് ജീവിക്കാനുള്ള മനസ്സ് കാണിക്കണം, അമ്മ ഉൾപ്പെടെ എല്ലാവരും. അമ്മ ഈ അമ്പലനടയിൽ നിന്ന് നല്ലവളാവാൻ വേണ്ടി ഒരുപാട് ശ്രമം നടത്തി. അങ്ങനെ നന്മയുള്ള ഒരു അമ്മയാണ് എന്റെ അമ്മയെങ്കിൽ ആരൊക്കെ പറഞ്ഞാലും ശരി, എന്റെ അച്ഛന്റെ കൊലയാളിയുടെ മകളെ വീട്ടിൽ കയറ്റില്ലായിരുന്നു. ഉണ്ണിയേട്ടനൊപ്പം അവൾ അവിടെ ചെന്നപ്പോ ചൂലെടുത്ത് അവളുടെ മുഖത്തടിക്കണമായിരുന്നു. എന്നിട്ട് അവളോട് ഇറങ്ങി പോവാൻ പറയണമായിരുന്നു. അങ്ങനെ ചെയ്യാത്തടത്തോളം കാലം ദൈവത്തെ പിടിച്ച അമ്മ സത്യം ചെയ്താലും അമ്മയുടെ ഉള്ളില് സത്യം ഇല്ല. അമ്മയ്ക്ക് നല്ല മനുഷ്യരെ തിരിച്ചറിയാനുള്ള കഴിവില്ല. അങ്ങനൊരമ്മയെ ഞങ്ങൾക്ക് വേണ്ട. മഞ്ജു,
അമ്മയും തേടി. അമ്മ ക്ഷേത്രത്തിൽ പോയിരിക്ക. ഇനി മാർക്കറ്റിലൊക്കെ പോയിട്ടേ വരുള്ളൂ എന്നൊക്കെയാ പറഞ്ഞേ. എന്തൊക്കെയോ സാധനം വാങ്ങാനുണ്ടെന്ന്. ഇനി മഞ്ജുവിനെ ലക്ഷ്മിയും കാണാൻ പോവോന്നും അറിയില്ല. ഓ, അപ്പോ വൈകുമല്ലേ? ആ, ഉച്ചയോടെ വരത്തുള്ളൂ. അത് നന്നായി. ആരെയാ വിളിക്കുന്നേ? ആരെങ്കിലും ആവട്ടെ, അതുകൊണ്ട് നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. ആരോടാ വരാൻ പറഞ്ഞേ? നൂലുകെട്ട് കഴിഞ്ഞാൽ നിന്റെ ചേച്ചി അവളുടെ കുഞ്ഞിനെ കൊണ്ട് നേരെ ഇങ്ങോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അത് വെറുമൊരു സാധ്യതയല്ല, മിക്കവാറും അങ്ങനെ തന്നെ സംഭവിക്കും. ഇങ്ങോട്ട് വരുന്ന നിന്റെ ചേച്ചി എൻ്റെ ഏട്ടനും കുഞ്ഞുമായിട്ട് സന്തോഷത്തോടെയും സുഖത്തോടെയും ജീവിക്കുന്നത് കാണാൻ നിനക്ക് താല്പര്യമുണ്ടോ? എന്തിനാ ഉണ്ണിയേട്ട ഇത് പ്രത്യേകിച്ച് ചോദിക്കുന്നേ? എന്റെ മനസ്സ് എന്താണെന്ന് ഉണ്ണിയേട്ടന് അറിയാലോ. അറിയാം. ഇത്തരം കാഴ്ചകൾ ഒഴിവാക്കാനാ ഞാൻ ശ്രമിക്കുന്നത്. ഈ വീട്ടിലെ മൂത്ത മരുമോള് അവളുടെ കുഞ്ഞുമായിട്ട് കൊണ്ട് വന്നോട്ടെ. പക്ഷെ ആ വരവ് എൻ്റെ ഏട്ടനൊത്ത് ജീവിതം ആസ്വദിക്കാനാവരുത്. അവരിനിയുള്ള ജീവിതം കരഞ്ഞു തീർക്കണം. അതിന് ഉണ്ണിയേട്ടൻ എന്താ ചെയ്യാൻ പോകുന്നേ? ഞാൻ എന്ത് ചെയ്താലും അതൊക്കെ നീ നോക്കിക്കൊണ്ട് നിൽക്കണം. എൻ്റെ അമ്മ മാറി എൻ്റെ അച്ഛൻ്റെ കൊലയാളികളെ തിരിച്ചറിഞ്ഞിട്ട്. എന്നാ എനിക്ക് മാറാൻ പറ്റില്ല. കാരണം മരിച്ചു പോയ ആള് സ്നേഹിച്ചത് എൻ്റെ ഏട്ടനെ മാത്രം. അവനെ നോക്കാൻ അന്നൊരാള് വേണമായിരുന്നു. അതിനുവേണ്ടി എൻ്റെ അമ്മയെ ബലിയാടാക്കിയതാ. എന്നിട്ട് കാലണയുടെ സ്വത്ത് എൻ്റെ അമ്മയുടെ പേരിൽ എഴുതി വച്ചില്ല. അങ്ങനെ ഒരാൾക്ക് വേണ്ടി വിലപിക്കാൻ എനിക്ക് പറ്റില്ല. അയാളുടെ മോനെ സ്നേഹിക്കാനും എന്നെ കൊണ്ട് കഴിയില്ല. ഉണ്ണിയേട്ടൻ എന്താ ചെയ്യാൻ പോകുന്നെന്ന് പറഞ്ഞില്ലല്ലോ ഉണ്ണിയേട്ടാ. ഞാൻ എന്തും ചെയ്യും, എന്തും. ഇതുവരെ നമ്മൾ ചെയ്തെല്ലാം നമുക്ക് വിനയായിട്ടേ ഉള്ളൂ. അങ്ങനെ ഒരുപാട് അബദ്ധങ്ങൾ പറ്റുമ്പോഴാണ് ഒന്ന് ശരിയായി വരുന്നത്. ഞാൻ ഈ വീട്ടിലെ CC ക്യാമറകളെല്ലാം കേടാക്കാൻ പോവാ. ഇവിടേക്ക് ആര് വന്നാലും പോയാലും അതാരും അറിയാൻ പാടില്ല. അമ്മ വരുന്നതിന് മുമ്പ് ചിലരിവിടെ എത്തും. അവർക്ക് കുടിക്കാൻ ജ്യൂസ് ഉണ്ടാക്കി വെക്കണം. എൻ്റെ ജീവിതത്തിൻ്റെ അടിത്തറ തകർത്തവനെ ഞാൻ വെറുതെ വിടില്ലടി. ആരായി വന്നിരിക്കുന്നത്? ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരിക. ലക്ഷ്മിക്കും കുഞ്ഞിനും വേണ്ടി പ്രാർത്ഥിക്കാനാ പോയത്. എന്തിനാ? കൂട്ടത്തില് പിന്നെ മഞ്ജു അമ്മയാവാൻ പോവല്ലേ, അപ്പോ അവൾക്ക് വേണ്ടിയിട്ടും ചില വഴിപാടുകളൊക്കെ നടത്തി. മഞ്ജു എന്നെ വിളിച്ചിരുന്നു അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട്. അവളുടെ വായിന്ന് കേട്ടതിന്റെ ബാക്കി കേൾക്കാനാണോ ഇങ്ങോട്ട് വന്നത്? ഇവള് പറഞ്ഞത് കൂടുതലൊന്നുമല്ല. നിങ്ങൾ അമ്പലത്തിൽ പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടിയും പിന്നെ നിങ്ങളുടെ മോനും മരുമോൾക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രമായിരിക്കും. മരുമോളുടെ വയറ്റിലും ഉണ്ടല്ലോ ഒരു കുഞ്ഞ്. മോനെ, ഞാനിപ്പോ എന്ത് പറഞ്ഞാലും നിങ്ങൾ ആരും വിശ്വസിക്കില്ല. പക്ഷേ എന്റെ കുട്ടികളുടെ അച്ഛന്റെ കൊലപാതകത്തെക്കുറിച്ച് അറിഞ്ഞ ശേഷമേ പഴയ ദുർഗ തന്നെയാ മോനെ ഞാൻ. കണ്ണന്റെ അച്ഛനെ കല്യാണം കഴിച്ച് ആ വീട്ടിലേക്ക് വരുമ്പോ കണ്ണനെ സ്നേഹിക്കുന്ന ഒരു അമ്മയെ നീ കണ്ടിട്ടില്ലേ മോനെ? അതേ അമ്മ തന്നെയാടാ ഇപ്പൊ നിന്റെ മുന്നിൽ നിൽക്കുന്നത്.
മറ്റുള്ളവരുടെ സിമ്പതി പിടിച്ചു പറ്റാൻ ഇതല്ല ഇതിനപ്പുറവും നിങ്ങൾ സംസാരിക്കും. അതിലൊന്നും ഞങ്ങൾ വീഴൊന്ന് കരുതണ്ട. മോളെ, ഞാൻ വന്നതേ കുഞ്ഞിനെ ഒന്ന് കാണാനും ദേ ഈ പ്രസാദം ലക്ഷ്മിയുടെ നെറ്റിയിലൊന്നും തൊടിയിക്കാനും വേണ്ടിയാ. ഇത് പ്രസാദം തന്നെയാണല്ലോ. അല്ലാതെ ഇതിനകത്ത് വേറൊന്നും കലർത്തിയിട്ടില്ലല്ലോ. പഴയ സംഭവങ്ങൾ ഓരോന്ന് ഓർത്താ ഇതല്ലാതെ മറ്റൊന്നും പറയാൻ പറ്റില്ല. ഞങ്ങൾക്കൊപ്പമാണ് ഇപ്പൊ മഹിയും കുഞ്ഞും ഉള്ളത്. അതുകൊണ്ട് അവളുടെ കാര്യത്തില് ഞങ്ങൾക്ക് കുറച്ച് ഉത്തരവാദിത്വമൊക്കെ ഉണ്ട്. നൂലുകെട്ട് കഴിഞ്ഞ് കുഞ്ഞിനെയും കൊണ്ട് മഹി അങ്ങോട്ട് വരുമെന്നാ പറയുന്നത്. ഞങ്ങൾ അതിനെ എതിർക്കുന്നുണ്ട്. എങ്ങനെ നിങ്ങളെയൊക്കെ വിശ്വസിച്ച് അവരെ അങ്ങോട്ട് പറഞ്ഞു വിടും? ഇനി എന്റെ മരുമോളും കൊച്ചുമോളും മടങ്ങി വന്നാലേ അവരെ ജീവന് തുല്യം സ്നേഹിക്കും ഞാൻ. കണ്ണനെ ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന ആ പഴയ അമ്മയെ പോലെ. കണ്ണൻ പറയുന്നതേ നിങ്ങൾക്കിപ്പോ നല്ല മാറ്റം ഉണ്ടെന്നാ. പിന്നെ മുമ്പ് നിങ്ങൾ സ്നേഹിച്ച കഥയൊന്നും ഇവിടെ പറയണ്ട. അന്ന് കണ്ണന്റെ അച്ഛൻ ജീവനോടെ ഉണ്ടായിരുന്നു. ആ അച്ഛന് കണ്ണന് ജീവനായിരുന്നതുകൊണ്ട് അവന്റെ അച്ഛനെ പിണക്കണ്ടെന്ന് കരുതി നിങ്ങളന്ന് സ്നേഹം നടിച്ചതാണെങ്കിലും. മോനെ, അന്നത്തെ സ്നേഹത്തിലെ ആത്മാർത്ഥതയുണ്ടായിരുന്നു മോനെ. എന്റെ ആങ്ങളെന്ന് പറയുന്നവനും അവന്റെ ഭാര്യയും കൂടെയാ എന്നെ ഇത്രത്തോളം സ്വഭാവദൂഷ്യമുള്ളൊരു സ്ത്രീയാക്കി മാറ്റിയത്. എങ്കിലും രണ്ട് പ്രസവിച്ചതല്ലേ നിങ്ങള്? അങ്ങനെയുള്ള നിങ്ങൾക്ക് നിങ്ങളെ അമ്മയെന്ന് വിളിച്ച പാവം കണ്ണേട്ടനോട് ഇത്രയൊക്കെ ക്രൂരത കാണിക്കാൻ എങ്ങനെയാ തോന്നിയത്? ഇനി അതേപ്പറ്റിയൊന്നും പറയണ്ട. ഏതായാലും മഹിയും കുഞ്ഞിനെ കാണാൻ വന്നതല്ലേ, കണ്ടിട്ട് പോയിക്കോട്ടെ. ചെല്ലു. വരൂ. ആഹാ, അമ്മ വന്നോ? ഞാൻ എന്റെ കുഞ്ഞിനെ ഒന്ന് എടുക്കട്ടെ? വേണ്ട. വേണ്ട വേണ്ട, കുഞ്ഞിനെ ഒന്നും തൊടണ്ട. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ കൊണ്ടുവന്ന ഈ അമ്പലത്തിലെ പ്രസാദത്തിൽ പോലും ഞങ്ങൾക്ക് സംശയമുണ്ട്. അമ്മ കുഞ്ഞിനെ ഒന്ന് എടുത്തോട്ടെ ലേഖേ. ഇവര് വന്ന് രണ്ട് വർത്തമാനം പറയുമ്പോഴേക്കും നമ്മൾ അതിൽ വീഴാൻ പാടില്ല മഹി. അങ്ങനെയാ നിങ്ങൾ രണ്ടാൾക്കും ഓരോരോ അബദ്ധങ്ങൾ പറ്റി. ഇനി അത് ആവർത്തിക്കാൻ പറ്റില്ല. ഇത് ഞാൻ ലക്ഷ്മിക്ക് മോൾക്കും വേണ്ടി കഴിപ്പിച്ച പ്രസാദമാ. ഇത് ഞാൻ ലക്ഷ്മിയുടെ നെറ്റിയിലെങ്കിലും ഒന്ന് തൊട്ടോട്ടെ. ഇനി കുറച്ച് മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കണം നെറ്റി പൊള്ളി അടരുന്നുണ്ടോന്ന്. ചന്ദനത്തിൽ ആസിഡ് ചേർത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിക്കും മഹി. എനിക്ക് പരാതിയൊന്നുമില്ല മോളെ. ഇതൊക്കെ പ്രതീക്ഷിച്ചു തന്നെയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. മോള് കണ്ണനെ ജീവന് തുല്യം സ്നേഹിച്ചതാ. അതുകൊണ്ട് ദേ ജനിച്ച കുഞ്ഞിന്റെ മുഖവും കണ്ണന്റേതുപോലെ തന്നെയാ.
മഹാലക്ഷ്മി പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്നും പറഞ്ഞ് പലരുടെയും പേര് പറഞ്ഞിരുന്നല്ലോ. ഇപ്പൊ ഏതായാലും വിശ്വാസമായല്ലോ മോള് കണ്ണേട്ടന്റെ കുഞ്ഞു തന്നെയാണെന്ന്. മോളെ, അന്ന് പറഞ്ഞതും പ്രവർത്തിച്ചതൊന്നും എന്നെ ഇനി ഓർമ്മിപ്പിക്കല്ലേ. ഓർമ്മിപ്പിക്കണം. തെറ്റ് ചെയ്തവര് പെട്ടെന്നത് മറക്കും. എന്നാ അതിന്റെ ഫലം അനുഭവിച്ചവരെ അത്ര പെട്ടെന്നൊന്നും മനസ്സിൽ നിന്ന് എടുത്ത് കളയില്ല. അപ്പൊ ചെയ്ത കാര്യങ്ങൾ ഇടയ്ക്കെങ്കിലും ഞങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിച്ചോണ്ടിരിക്കണ്ടേ? അമ്മ ഇരിക്കെ. മോളെ, മോളിനി കുഞ്ഞിനെയും കൊണ്ട് എപ്പ തിരിച്ചു വരുമെന്നൊന്നും എനിക്കറിയില്ല. എപ്പ തിരിച്ചു വന്നാലും ശരി, ഞാനിനി പഴയ അമ്മായിയമ്മ ആവില്ല മോളെ. അതിനി എന്നെ കൊണ്ട് പറ്റില്ല. ഇനി കണ്ണനും മോൾക്കും മോളുടെ കുഞ്ഞിനും കൊടുക്കുന്ന പ്രാധാന്യം ഞാൻ വേറെ ആർക്കും കൊടുക്കില്ല. നിങ്ങളൊക്കെ പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് മറ്റൊന്ന്. അങ്ങനെയാണ് പോക്ക്. ഇനിയെങ്കിലും അതിനൊരു മാറ്റം വന്നാ നിങ്ങൾക്ക് ആ വീട്ടിൽ ജീവിക്കാം, നിങ്ങളുടെ കാലം കഴിയുന്നത് വരെ. എത്തിയോ? ഞാൻ നിങ്ങളെ കാത്തിരിക്കായിരുന്നു. ഇപ്പൊ ഇവിടെ ഞാനും വൈഫും മാത്രമേ ഉള്ളൂ. അമ്മ പുറത്താ. വൈഫ് പ്രശ്നമാക്കോ? ഒരു പ്രശ്നവുമില്ല. അവൾക്ക് വേണ്ടിയിട്ട് കൂടിയാ ഞാനിത് ചെയ്യുന്നത്. ദേ, ഇത് ശരവണൻ, AC മെക്കാനിക്കാ. ഇലക്ട്രോണിക്സിന്റെയൊക്കെ കാലന. ഒരു കുഞ്ഞിന് പോലും സംശയം തോന്നാത്ത രീതിയിൽ നിമിഷ നേരം കൊണ്ട് വേണ്ടത് ചെയ്ത് തന്നിരിക്കും. മുറി കാണിച്ചെന്നാ മതി, ബാക്കിയൊക്കെ ഞാൻ നിസാരോട് ചെയ്തോളാം. കേട്ടല്ലോ? ഇന്ന് ഉറങ്ങാൻ കിടക്കുന്ന സാറിന്റെ ചേട്ടൻ നാളെ ഉറക്കം എഴുന്നേറ്റ് വരില്ല. അത് ഞങ്ങളുടെ ഗ്യാരണ്ടിയാ. ശരി വാ. അറിയാലോ, എൻ്റെ അമ്മാവൻ പറഞ്ഞിട്ടാ ഞാൻ ചേട്ടനെ ഒന്ന് കണ്ടത്. ഇതിനു മുൻപ് ഇതുപോലുള്ള കൃത്യങ്ങൾ ചെയ്യാനായിട്ട് എൻ്റെ അമ്മാവൻ നിങ്ങളെ സമീപിച്ചിട്ടുള്ളതാ. പക്ഷേ അതൊന്നും വിജയിച്ചിട്ടില്ല. സാറിന്റെ ചേട്ടനെ ആ മാർക്കോയുടെ സഹായം ഉള്ളതുകൊണ്ടാ ഞങ്ങൾ പലയിടത്തും തോറ്റുപോയത്. അതുകൊണ്ടാ ഇവിടെ ശക്തി വേണ്ട ബുദ്ധിമതി എന്ന് ഞങ്ങളങ്ങ് തീരുമാനിച്ച്. ഇവിടേക്ക് എന്തായാലും മാർക്കോ കടന്നു വരില്ലല്ലോ. പക്ഷേ ഈ സംഭവം നടന്നു കഴിഞ്ഞാൽ പോലീസിന് സംശയം തോന്നിയാലും മാർക്കോയ്ക്ക് തോന്നരുത്. അങ്ങനെ സംഭവിച്ചാലേ അവൻ ഞങ്ങളെ ശ്വാസം മുട്ടിച്ച് കൊല്ലും. സാറിനെ അതൊക്കെ എനിക്കറിയാം. നിങ്ങളെ ഏൽപ്പിച്ച ജോലി ഭംഗിയാക്കിയാൽ മാത്രം മതി. എന്നാ പിന്നെ വാ. ഇതാണ് മുറി. ഒന്നര ടണ്ണിന്റെ AC അല്ലേ? അതെ. എന്നാ പിന്നെ ശരവണന്റെ പണി നടക്കട്ടെ അല്ലേ? അതെ, ഉച്ചയ്ക്ക് മുമ്പ് അമ്മ വരും. അതിനുമ്പെല്ലാം കഴിയോ?
എനിക്കൊരു അരമണിക്കൂർ മതി. അതൊന്ന് അഴിക്കണം. ആ എനിക്കത് മതി. എന്നാ പിന്നെ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കട്ടെ. ആ സ്വന്തം ചേട്ടനെയാണ് അനിയൻ കൊല്ലുന്നതല്ലേ? സ്വന്തം ചേട്ടനൊന്നുമല്ല, അച്ഛനൊന്നാണെങ്കിലും അമ്മമാര് രണ്ടാ. ഇനിയിപ്പോ ഒന്നായാലും നമുക്കൊന്നുമില്ല. നമ്മളെ ഏൽപ്പിച്ച പണി നമ്മളങ്ങ് ചെയ്താ പോരെ? വാ. ആ ശരി. നീ ജ്യൂസ് ഉണ്ടാക്കിയില്ലേ? എല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുക. അവര് പണിയൊക്കെ കഴിഞ്ഞ് താഴെ വരും, അപ്പൊ കൊടുക്കണം. അല്ല ഉണ്ണിയേട്ടാ, അവരെന്താ അവിടെ ചെയ്യുന്നേ? അവരെ AC റിപ്പയർ ചെയ്യാനായിട്ട് വന്നതാ. കണ്ണേട്ടന്റെ മുറിയിലെ AC യോ? ആ അതെ. അതിന് ആ AC കംപ്ലൈന്റ് ആയോ?